വീട് റിപ്പയർ ചെയ്തപ്പോൾ ബാക്കി വന്ന വുഡൻ സ്റ്റിക്സാണിത്. ഇതുകൊണ്ട് നമുക്കിന്ന് ചെടികൾ പടർത്താൻ പറ്റിയൊരു ട്രെല്ലീസ് ഉണ്ടാക്കാം. ഈ വലിപ്പത്തിൽ ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മളിന്നത് ഉണ്ടാക്കാൻ പോകുന്നത്. ഓൺലൈനിൽ ഇതിൻ്റെ വില കണ്ടോ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള 2 ലൈന് ഇതുപോലെ ആദ്യം വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായി ഇതിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതെല്ലാം വെച്ചതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ക്രോസ് ചെയ്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം ഞാൻ ഫെവിക്കോൾ വെച്ച് ആദ്യം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആണി തറയ്ക്കാൻ ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് ഇത് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാൽ നമുക്കിത് ബലം കിട്ടില്ല. ചെടികൾ പടർന്നു കയറുമ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ആണി ഇതിലേക്ക് നമ്മൾ തറച്ചു കൊടുക്കണം. ഈ 2 സ്റ്റിക്കും ചേർന്ന ഭാഗത്തൊക്കെ നമുക്ക് ആണി തറച്ചെടുക്കണം. വളരെ ചെറിയ ആണിയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. വലിയ ആണിയാണെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ഞാനിത് ചുമരിലാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചുമരിൽ മുകളിൽ 3 ആണിയും താഴെ 1 ആണിയും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇനി ഇതിങ്ങനെ വെച്ചതിന് ശേഷം കുറച്ചുകൂടി ബലം കിട്ടാനായിട്ട് ഈ പ്ലാസ്റ്റിക് ടൈ ഉപയോഗിച്ചിട്ട് ഞാനിത് ആണിയുടെ ഭാഗത്തൊക്കെ ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഭംഗിയായിട്ട് നമുക്ക് ചെടികൾ പടർത്താം.